സാർ നമസ്കാരം. കുറച്ചു നാൾ മുമ്പ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാർത്തയായിരുന്നു മാലിദ്വീപ്. മാലിദ്വീപ് ഇപ്പൊ ഇന്ത്യയെ വലിച്ച് മൂക്കിക്കയറ്റി കളയുമെന്നോ, ഇന്ത്യയെ ഇപ്പോ അതിഭീകരമായിട്ട് തകർത്തു കളയുമെന്നോ എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ ഭയങ്കരമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. പോരാത്തതിന് മാലിദ്വീപ് നമ്മുടെ നാടിനെ മുഴുവൻ അധിക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്, അറിയാലോ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും ലക്ഷദ്വീപിലുള്ളവർക്കും വൃത്തിയില്ല, വെളിവില്ല. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് വന്ന് താമസിക്കുക, നമ്മുടെ ഹോട്ടൽസ് ആൻഡ് ഹോട്ടൽ റൂംസ്, ഇതിലൊന്നും നമുക്കൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രകോപനവുമില്ല. എങ്കിലും മാലദ്വീപ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിയില്ല. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചതിനൊന്നും പറയാൻ പോയില്ല. അദ്ദേഹം ആകപ്പാടെ ചെയ്തത് നേരെ ലക്ഷദ്വീപിൽ പോയി രണ്ട് ഫോട്ടോ എടുത്തു. ഇതോടുകൂടി മാലദ്വീപിന്റെ സാമ്പത്തിക രംഗം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ ലക്ഷദ്വീപിൽ ഇതിനു മുമ്പേ പ്രഫുൽ ഖോഡ പട്ടേലിനെ കൊണ്ടുവന്നപ്പോൾ ലക്ഷദ്വീപിനെ തകർക്കുന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ച പല സിനിമാ താരങ്ങളും പല താണ്ഡവം താത്തമാരും മാലദ്വീപ് ലക്ഷദ്വീപിനെ അപമാനിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൂടെ ചേർത്താണല്ലോ മാലദ്വീപ് അപമാനിച്ചത്. ഇരിക്കട്ടെ എന്ന് അവർ വിചാരിച്ചുക, സ്വാഭാവികം. കാരണം ഇവരുടെയൊക്കെ ജീൻ അതാണല്ലോ. അതുകൊണ്ട് രാജ്യവിരുദ്ധ ജീനാണല്ലോ ഇവർക്കൊക്കെ ഉള്ളത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ മാലിദ്വീപ് ഇന്ത്യയെ നിരന്തരം പ്രകോപിപ്പിച്ച് ചൈനയെ സുഖിപ്പിച്ച് മുന്നോട്ട് പൊക്കോണ്ടിരുന്നു. മുഹമ്മദ് മൊയ്സുവിന്റെ ഭരണം അവിടെ വന്നപ്പോ ഒരു പ്രോ ചൈന ഭരണം വന്നതുപോലെയാണ്. പക്ഷെ ചൈന ആസ് യൂഷ്വൽ എന്താണോ ശ്രീലങ്കയിൽ കാണിച്ചത്, എന്താണോ പല ദ്വീപുകളിലും കാണിക്കുന്നത്, ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം കാണിക്കുന്നത്, അതുപോലെ മാലിദ്വീപിനോട് കാണിച്ചു. അതോടുകൂടി മാലിദ്വീപ് നരേന്ദ്രമോദിയുടെ കാൽക്കൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ച് എത്തിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ജയശങ്കർ, നമ്മുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ജയശങ്കർ അങ്ങോട്ടേക്ക് പോയി. 110 ദശലക്ഷം ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതൊരു ശുചീകരണ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൊടുത്തിരിക്കുന്നത് ഈ തുക. അപ്പോ എന്താണ് ഇതിന്റെ പിന്നിലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്? മാലദ്വീപിനെ ഇന്ത്യക്ക് എന്തിനാണ് ആവശ്യം? ഒന്നാമത്തെ കാര്യം, മാലദ്വീപ് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അനുനയത്തിന് തയ്യാറായി? ഇപ്പൊ മാലദ്വീപിന്റെ അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് മൊയ്സ് പറയുന്നത്, ഇറ്റ് വാസ് എ പ്ലഷർ ടു മീറ്റ് ജയശങ്കർ ടുഡേ ആൻഡ് ജോയിൻ ഹിം ഇൻ ദ ഒഫീഷ്യൽ ഹാൻഡ് ഓവർ ഓഫ് വാട്ടർ ആൻഡ് സുവേജ് പ്രോജക്ട്സ് ഇൻ 28 ഐലൻഡ്സ് ഓഫ് ദ മാൽദീവ്സ് എന്നാണ് പറയുന്നത്. എന്താ ഇയാളുടെ ഈ മനംമാറ്റത്തിന് ഇപ്പോൾ ഉള്ള കാരണം? നമ്മളെ അടിക്കാനുള്ള പരിപാടിയാണോ? മനം മാറി പിന്നിൽ നിന്ന് കുത്തുന്നവന്മാരാണ് ഉമാരൊക്കെ, അതുകൊണ്ടാണ് ചോദിച്ചത്. ആ കുത്തലുണ്ടാവും, അത് സംശയമില്ല. ബിക്കോസ് ജയശങ്കർ പ്ലെയിൻ കേരളം ഇയാളുടെ പാട്ട് മാറി. അതുവരെ പറഞ്ഞതല്ല അതിനു മുമ്പ് കഴിഞ്ഞു പറഞ്ഞത്. ഞങ്ങളുടെ ഫോറിൻ പോളിസി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. മെയിൻ പ്രോബ്ലം മാൽഡീവ്സ് ഫേസ് ചെയ്യുന്നത് 5-6 കാര്യങ്ങളാണ്. നമുക്കറിയാം, ശ്രീലങ്കയിൽ നടന്ന അതേ കളി ഈ പറഞ്ഞ മാതിരി ചൈന കളിച്ചു മാൽഡീവ്സ്. ബേസിക്കലി ചൈനയ്ക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ, അവർക്കൊരു കാശ് കൊടുക്കുന്നത് അവർ എക്സിം ബാങ്കിന്റെ ത്രൂ ആണ് കൊടുക്കുക. ചൈന അവർക്കൊരു എക്സിം ബാങ്ക് ഉണ്ട്, നമുക്കുള്ള മാതിരി എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എന്നാണ് അതിന് പറയുന്നത്. എക്സിം എന്നാണ് ഷോർട്ട് ഫോം. ഇന്ത്യക്കും ഉണ്ട്, എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ട്. അത് ബേസിക്കലി നമ്മുടെ അവിടെ നിന്ന് കൊടുക്കുന്ന പ്രോഡക്ട്സ്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അവിടെ ഒരു ഈ മാലിന്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അവിടെ മാൽഡീവ്സ് ഐലൻഡ്സ് ആണ്. അപ്പൊ വെള്ളം ജനറേറ്റ് ചെയ്യാൻ, അതേമാതിരി ഡ്രെയിനേജിന് എജക്ട് ചെയ്യാനുള്ളത് ഒരു പോളിസി അവർക്ക് വേണം. അതിനൊരു എഞ്ചിനീയറിംഗ് സ്കില്ല് വേണം. ആ പ്രോജക്റ്റ് നടത്തുമ്പോൾ അതിനുള്ള ഫണ്ടിങ് വരാൻ പോകുന്നത് യൂഷ്വലി എക്സിം ബാങ്കിന്റെ ത്രൂ ആണ് ചെയ്യുക. ഇന്ത്യയും ചെയ്യുക. പക്ഷെ ഇന്ത്യയുടെ എക്സിം ബാങ്ക് തരുന്ന റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. അതേ സമയത്ത് പുറത്തുള്ള ഈ പറഞ്ഞ ചൈനയിൽ നിന്നുള്ളതാണെങ്കിൽ ആ ഒരു മാർക്കറ്റ് റേറ്റിലാണ് കൊടുക്കുക. അപ്പൊ ഇതിന്റെ ഒരു ഈ പറഞ്ഞ മാതിരി ഇഷ്യൂ പറയണ്ട. ജയശങ്കർ വന്നപ്പോ കംപ്ലീറ്റ് ജയശങ്കർ അങ്ങോട്ട് പൊഴുത്തി മുകളിലേക്ക് കയറ്റി അങ്ങോട്ട് കൊണ്ടേ ഇങ്ങനെ, നിങ്ങളുടെ മാതിരി ഭാരതത്തിന് മാതിരി വേറെ രാഷ്ട്രമില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ സഹകരിക്കും. അത് ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്താ പറഞ്ഞാൽ, ഭാരതത്തിന്റെ കൂടെ മാൽഡീവ്സിന് ഒരു $100 മില്യൺ ഒരു ക്രെഡിറ്റ് ലൈൻ ഉണ്ട്. എന്നാൽ $100 മില്യൺ നമ്മൾ അവർക്ക് കൊടുത്തു. അതൊരു $50 മില്യൺ ഇപ്പൊ തിരിച്ചു തരണം നമുക്ക്. ഈ അടുത്ത മാസം കണ്ടാണ് അതിന് വരുന്നത്, മെയിൽ വരും. പക്ഷെ അത് തിരിച്ചു തരാൻ മാൽഡീവ്സിന് കാശില്ല. അപ്പൊ ഇന്ത്യ വേണമെങ്കിൽ പോയി മാൽഡീവ്സിനെ പിടിച്ചെടുക്കാം. 2 ഐലൻഡ് അങ്ങനെ പിടിച്ചെടുത്ത് നിങ്ങൾ തന്നില്ല. ഇതാണ് ചൈന ചെയ്യാം. ചൈന ഹംബപോട്ട പോർട്ടും മറ്റേതൊക്കെ ശ്രീലങ്കയിൽ തട്ടിയെടുത്ത, ബാക്കി ആഫ്രിക്കയിൽ പോയി കുറെ പോർട്ട്. അവർ ആദ്യം കാശ് കൊടുക്കും. പലിശ കൊടുക്കാൻ പറ്റാത്തപ്പോൾ നമ്മളവിടെ ചെയ്യണ മാതിരി, ബ്ലേഡ് കമ്പനികൾ ചെയ്യണ മാതിരി അവിടെ പോയി അവന്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ പറക്കി കൊണ്ടുപോയി, അല്ലെങ്കിൽ വീട് തന്നെ എടുത്ത് ജപ്തി ചെയ്ത് അവർ. ഇതാണ് ചൈനയുടെ സ്ട്രാറ്റജി. ഇന്ത്യക്ക് $100 മില്യൺ തരാനുള്ളതിൽ $50 മില്യൺ ഇസ് ഡ്യൂ ഉണ്ടാവും. അത് റോൾ ഓവർ ചെയ്യണം. ഇന്ത്യ റോൾ ഓവർ ചെയ്യാന്ന്, ശരി ഇപ്പൊ വേണ്ട, അടുത്ത കൊല്ലം തന്നോളാം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത കൊല്ലം തന്നോളാം. അപ്പൊ $50 മില്യൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ത്രൂ ഒരു ക്രെഡിറ്റ് ലൈൻ ഉണ്ട്, അത് എക്സ്റ്റെൻഡ് ചെയ്യും. ഇങ്ങനെ $50 മില്യൺ വരാൻ കിടക്കുന്നു സെപ്റ്റംബറിൽ.
നമുക്ക് ഉം, തരാനുള്ളത്. അതെന്ത് ചെയ്യും? അതും ഉം, എന്തായാലും റോൾ ഓവർ ചെയ്യേണ്ടി വരും. ഇത് ചെയ്തില്ലെങ്കിൽ ഇന്ത്യക്ക് മാൾഡീവ്സിനെ ഫൈനാൻഷ്യലി ബാങ്ക് ആക്കിയിട്ട് അവരെ ശ്രീലങ്കയുടെ മാതിരിയുള്ള കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഉം, ഉം, എന്നാൽ അവർക്ക് IMF ആവട്ടെ വേറെ അവിടെ നിന്ന് കാശ് കിട്ടില്ല. ഉം, അവർക്ക് അവന്റെ നടത്തിക്കൊണ്ടുപോകാൻ കാശ് തന്നെ ഉണ്ടാവില്ല മാൾഡീവ്സിന്. ചൈനയുടെ അടുത്ത് ഉം, ചോദിച്ചു, ചൈന പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇപ്പം കാശില്ല, വേണമെങ്കിൽ ഞങ്ങൾ എക്സിം ബാങ്കിന്റെ ത്രൂ തരാം, അതൊന്നും വാങ്ങിച്ചോളാം. അത് ഉം, മാൾഡീവ്സിന് അറിയാം, അതിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടുപോകും. ഇത് ഉം, മാത്രമല്ല, മാൾഡീവ്സിന് ബാക്കിയുള്ള രാഷ്ട്രങ്ങളായിട്ടും ഓൾമോസ്റ്റ് ഒരു $1 ബില്യൺ അവര് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഉം, സ്റ്റോക്ക് മാർക്കറ്റ് അല്ല, മാർക്കറ്റിൽ. നമ്മുടെ റിസർവ് ബാങ്കിന്റെ മാതിരി അവിടെ കുറെ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് അവർ $1 ബില്യൺ വാങ്ങിച്ചിട്ടുള്ളത്. അത് ഉം, 2026 വരും. ദാറ്റ് ഇസ് ഇനി ഒരു 2 കൊല്ലത്തിനുള്ള ആ കാശും കൊടുക്കണം. മാൾഡീവ്സിനോട് ഉം, 10 വയസ്സ് അവർ ഡീഫോൾട്ട് സ്റ്റേറ്റസിൽ എത്തിക്കഴിഞ്ഞു. ശ്രീലങ്ക എത്തിക്കഴിഞ്ഞ അതേ സ്റ്റേറ്റസ്, പാകിസ്ഥാൻ എത്തിക്കഴിഞ്ഞ അതേ സ്റ്റേറ്റസിൽ ഇപ്പതാ മാൾഡീവ്സ് എത്താൻ പോകും. അപ്പൊ ഉം, ഭാരതം ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഇവര് ഡീഫോൾട്ട് ചെയ്യും. ഡീഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ഓരോ സാധനങ്ങളും ജപ്തി ചെയ്യാൻ പറ്റും. അതേമാതിരി ഇവർക്ക് ഇന്റർനാഷണലി ഇവർക്ക് ഒരു കാശും ഇവിടുന്ന് കിട്ടില്ല, പെട്രോളിയം വാങ്ങാൻ പറ്റില്ല, അങ്ങനെ കുറെ ഇഷ്യൂസ്. ഉം, അത് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ധനുഷ്, മറ്റൊരു സൈഡിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഈ മെസ്സേജ് ബംഗ്ലാദേശിലും പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരു മെസ്സേജ് ബംഗ്ലാദേശും ജയശങ്കർ കൊടുത്തു, നിങ്ങൾ ഇങ്ങനെ കിടത്ത് കടിച്ചു കഴിഞ്ഞാൽ നാളെ ഉം, ഞങ്ങൾക്ക് തരാനുള്ള കാശ് ഞങ്ങൾ വാങ്ങിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന്. ഉം. വാങ്ങിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശുമായിട്ട് നമുക്ക് എന്താ അത്തരത്തിലുള്ള ഒരു ക്യാഷിന്റെ നമ്മുടെ ഡീലിങ്സ് ഉള്ളത്? ഇന്ത്യയിൽ നമ്മുടെ എല്ലാ കൺട്രീസും, നമ്മുടെ നെയ്ബർഹുഡ് കൺട്രീസും, പാകിസ്ഥാനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നമ്മൾ കാശ് കൊടുത്തു, ഉം, അഫ്ഗാനിസ്ഥാനും കൊടുത്തു. അതൊരു ഒരു ബയലാറ്ററൽ ഡീലാണ്. അപ്പോൾ നമ്മൾ ഉം, ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 2 പാലം പണിയാൻ പോകണമെന്ന് വെച്ചോളൂ, ശ്രീലങ്കയിൽ ഒരു ഉം, എക്സാമ്പിൾ എടുക്കണം. ഉം, 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 ആ പാലം പണിയുന്ന ആരാണ്? എവിടത്തെ കമ്പനി ആയിരിക്കും, ഇന്ത്യൻ കമ്പനി ആയിരിക്കും, ഒരു LNT ഉം, ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഉം, മെഗാ എഞ്ചിനീയറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പനികളെ പണിയാം. അപ്പൊ ഉം, അവർക്കൊരു അവിടെ ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ആദ്യം പേയ്മെന്റ് ചെയ്യും, നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ കാശ് എന്ന് പറയും. എന്നിട്ട് പിന്നെ അത് ശ്രീലങ്കയുടെ നിന്ന് പിന്നെ വാങ്ങിക്കും, തിരിച്ചു വാങ്ങിക്കുക കാശ്. അപ്പൊ നമ്മൾ 2-3% ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, അധികമായി ഉം, അതിനേക്കാൾ. പക്ഷെ അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ഇതേ കാശ് നമുക്ക് തിരിച്ച് നമ്മുടെ രാഷ്ട്രത്തിലേക്ക് തന്നെ വരണത്. ഉം, ഉം, LNTക്ക് കൊടുക്കുന്നു, LNT അതേ കാശ് തിരിച്ച് ഇന്ത്യക്ക് കൊണ്ടുവരും. അതാണ് ഉം, മെയിൻ തിങ്. ജാപ്പനീസ് ഉണ്ട്, അവർ ഈ മെട്രോ പ്രോജക്റ്റിലൊക്കെ കയറി കളിക്കുന്നവരുണ്ട്. നമ്മൾ കൊച്ചി മെട്രോ, ഹൈദരാബാദ് മെട്രോ, ഉം, ജാപ്പനീസുകാർ പറയും ഞങ്ങൾ ഒരു $100 മില്യൺ തരാം. അവർക്ക് സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല, അവരുടെ സാധനം വാങ്ങിക്കാം. അവരുടെ ഉം, കൺസൾട്ടന്റ് വർക്ക് ചെയ്യും നമ്മുടെ കൂടെ. ഉം, അതാണ് അവരുടെ കണ്ടീഷൻ. ഞങ്ങളുടെ ഉം, കൺസൾട്ടന്റ്, ഞങ്ങളുടെ എഞ്ചിൻ, ഞങ്ങളുടെ ബോഗി നിങ്ങൾ വാങ്ങണം. അപ്പൊ അവരുടെ ഇൻഡസ്ട്രി പ്രൊട്ടക്ട് ആവണം, അവരുടെ ഇൻഡസ്ട്രി ബിസിനസ് കിട്ടണം, അവരുടെ ഇൻഡസ്ട്രിക്ക്. ഉം, അതേ സമയത്ത് അവർ $100 മില്യൺ, $50 മില്യൺ ഒരു 2-3% 16 കൊല്ലം 18 കൊല്ലമൊക്കെ പീരീഡിന് എടുക്കും. ഇവിടെ കുറെ സ്റ്റേറ്റ് ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ ലോൺ. ഉം, എക്സ്റ്റെൻഡഡ് ലോൺ ആണ് അതൊക്കെ. 15 കൊല്ലം കഴിഞ്ഞ് കെട്ടിയാൽ മതി. അപ്പൊ അത് വരെ റോൾ ഓവർ ചെയ്തിട്ട് പോകാന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഈ കണ്ടീഷനിലാണ് അവിടെ ഈ മാൾഡീവ്സ് നിൽക്കുന്നത്. മാൾഡീവ്സ് ചൈനയുടെ അടുത്ത് ചോദിച്ചു എന്നാ പറഞ്ഞത്, US ചോദിച്ചു, വെസ്റ്റിന്റെ അടുത്ത് ചോദിച്ചു. ഇപ്പൊ ഈ ബംഗ്ലാദേശ് ഇതേ കണ്ടീഷനിലാണ് കിടക്കുന്നത്. ബംഗ്ലാദേശ് ഈ പറഞ്ഞ മാതിരി പ്രസിഡന്റ് മൊയ്സു ചെയ്ത മാതിരി ഇന്ത്യയുടെ അടുത്ത് വരേണ്ട വരും. അത് നിങ്ങളവിടെ മറ്റേ എന്താ പറയാ, നോബൽ പ്രൈസ് വിന്നർ ആയാലും ആരായാലും അവർക്ക് ഒരു രാഷ്ട്രം കൊണ്ട് നടക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നോബൽ പ്രൈസ് കിട്ടുന്നത് മാതിരിയല്ല, ഒരു ബ്ലേഡ് കമ്പനി നടത്താൻ മാതിരിയല്ല ബംഗ്ലാദേശ് പോകുന്നുണ്ട്, അടുത്തന്നെ അറിയാൻ പോകുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഈ കോടികൾ ഇന്ത്യൻ ഗവൺമെന്റ് ചെലവാക്കണത് എന്തിനാണ് നമ്മൾ ചോദിക്കും ചിലപ്പോൾ. എന്തിനാണ് ഇവർക്ക് കൊടുക്കണം? മാൾഡീവ്സ് നമ്മൾ പറഞ്ഞാൽ ഉം, കേൾക്കില്ല. അപ്പൊ ഈ ഉം, ധനുഷ് പറഞ്ഞ മാതിരി ചില പ്രോജക്ട്സ് ഉണ്ട്. ഈ 28 ഐലൻഡിനെ ലിങ്ക് ചെയ്തിട്ട് ഒരു ഗ്രേറ്റർ മാലേ കണക്ടിവിറ്റി പ്രോജക്ട് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഉം, ഉം, അത് ഉം, മുസ്തു വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ സൈൻ ചെയ്തതായിരുന്നു. ഉം, അതില് 3 ഡെവലപ്മെന്റ് പ്രോജക്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞു, അതിന്റെ പണിയെല്ലാം തീർന്നു കഴിഞ്ഞു. ഇനിയും കുറെ പ്രോജക്റ്റുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഉം, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ തന്നെ ചെയ്യേണ്ടി വരും. അവരുടെ അടുത്ത കപ്പാസിറ്റി ഇല്ല, കാശും ഇല്ല. അപ്പൊ ഉം, അതാണ് ഇന്ത്യ വേണ്ടത്. അപ്പൊ കുറെ അഗ്രിമെന്റ് സൈൻ ചെയ്തു കേട്ടോ. ജയശങ്കർ സാർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ കുറെ MOUs സൈൻ ചെയ്തു ഇന്ത്യയും മാൾഡീവ്സും കഴിഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നെറ്റിലുണ്ട്, നമുക്ക് എടുക്കാം. ഉം, പക്ഷെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രോബ്ലം മാൾഡീവ്സിൽ വരുന്നത്, മാൾഡീവ്സ് ഒരു ഡ്രഗ് ക്യാപിറ്റലായിട്ട് മാറുന്നു. ഓ, ട്രാൻസ്ഷിപ്മെന്റ്. ആ, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കൊക്കെയിൻ, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഡ്രഗ്സ് പണ്ട് അഫ്ഗാനിസ്ഥാൻ സൈഡിൽ നിന്ന് വന്ന് പാകിസ്ഥാനിലേക്ക് വന്ന്, പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ ലക്ഷദ്വീപിൽ വന്ന്, ലക്ഷദ്വീപിൽ നിന്നാണ് ശ്രീലങ്കയിലേക്ക് വരിക, ശ്രീലങ്കയിൽ നിന്ന് അത് മാൾഡീവ്സിലേക്ക് പോകും. ഇതാണ് അതിന്റെ റൂട്ട്. ഉം, ഉം, പക്ഷെ നമ്മുടെ ഇന്ത്യൻ നേവി എന്ത് ചെയ്തു തന്നെ കഴിഞ്ഞ ഒരു 3-4 കൊല്ലം പോയി, അതാണ് ഈ ഷേവ് ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞ് വന്നത്. സേവ് അല്ല, ഷേവ് ആണത്.
വന്നത് ഓർമ്മയുണ്ടായിരുന്നു. അവിടെ നമ്മുടെ പിന്നെ ഇന്ത്യൻ നേവി പറഞ്ഞു, ഞങ്ങൾ ഈ കംപ്ലീറ്റ് പാകിസ്ഥാനിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോണ എല്ലാ കപ്പലുകളും ഞങ്ങൾ ചെക്ക് ചെയ്യുന്നു. എല്ലാം മിക്കത് വലിയ കപ്പലല്ല ചെറിയ കപ്പലുകളിലാണ് കൊണ്ടുപോകും. ഉം. ചെറിയ ചിലപ്പോൾ ചെറിയ ബോട്ടുകളൊക്കെ ഞങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നിട്ട് ഇന്ത്യൻ നേവി അവരെ കാർവാറിൽ ഒരു നേവൽ ബേസ് ഉണ്ട്, ട്രെയിനിങ് ബേസ് ആണ്. അവിടെ അറിയാം. തൊട്ട് ലക്ഷദ്വീപ് വരെ അവരൊരു കംപ്ലീറ്റ് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഏത് പാകിസ്ഥാനിൽ ഏത് കപ്പൽ ചെറുതോ വലുതോ എന്ത് വന്നാലും ചെക്ക് ചെയ്യാൻ അത്തോറൈസേഷൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിക്ക് കൊടുത്തു. അതിന്റെ കൂടെ ഇവര് ബിസിനസ് പൊളിഞ്ഞു. ഇപ്പൊ ഒരു സർക്യൂട്ടസ് റൂട്ട് എടുക്കണം ഇവര് പോണത് പാകിസ്ഥാനിൽ നിന്ന് ഇറങ്ങി ഒമാന്റെ കോസ്റ്റിന്റെ അടുത്തിക്കൂടെ, ഒമാന്റെ അടുത്ത് കിടക്കാണ്ട് കോസ്റ്റിൽ കൂടെ കടന്ന് ലക്ഷദ്വീപും ക്രോസ് ചെയ്ത് നേരെ മാൾഡീവ്സിലേക്കാണ് പോണത്. ശ്രീലങ്ക അവോയ്ഡ് ചെയ്യണം എല്ലാവരും. അപ്പൊ എന്ത് പറ്റും, അവിടുന്ന് ഇത് ട്രാൻസ്ഷിപ്മെന്റ് നടക്കുന്നുണ്ട്. അത് മുയിസ് കുറെ നോക്കി അയാളുടെ അടുത്തുള്ള ചെറിയൊരു നേവിയാണ്, 5-6 ചെറിയൊരു കപ്പലുകൾ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിലപ്പോൾ ചോദിച്ചേക്കുന്നത് ഇന്ത്യൻ നേവിയുടെ ഹെൽപ്പാണ് ചോദിച്ചേക്കുന്നത്. ഇന്ത്യൻ നേവി ഈ ട്രക്കിനെ നിർത്താനുള്ള എല്ലാ ഹെൽപ്പും ചെയ്യണം എന്നിട്ട് മ്യൂസിയം ഇപ്പൊ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കും ചെയ്യും, അത് സംശയമില്ലാതെ. ബിക്കോസ് നമുക്ക് 2 ഗോൾഡൻ ട്രയാങ്കിൾ ഉണ്ട്. നമ്മുടെ ഈ ഗോൾഡൻ ട്രയാങ്കിൾ തന്നെ ഈ ഡ്രഗ്സിന്റെ ബേസ് ആണ്. അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാക്കി പാകിസ്ഥാനിൽ നിന്ന് വന്ന് അത് ശ്രീലങ്ക ആയിരുന്നു ഒരു ട്രയാങ്കിൾ മാതിരിയായിരുന്നു. മറ്റേ സൈഡിൽ നമുക്ക് കിടക്കുന്നത് മണിപ്പൂർ, തായ്ലൻഡ്, ഈ പറഞ്ഞ മാതിരി മയൻമാർ. ഇതൊരു ട്രയാങ്കിൾ വേറെ ഒന്ന് അത് നോർത്തേൺ തായ്ലൻഡും നോർത്തേൺ മയൻമാറും അവരുടെ ഗവൺമെന്റ് കയ്യിലല്ല, അവർ കുറെ അവിടുത്തെ കുറെ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ കയ്യിലാണ് കിടക്കുന്നത്. അപ്പൊ അവര് മെയിൻ ഈവൻ മണിപ്പൂരിലുള്ള സദേൺ മണിപ്പൂറും അവിടെ കിടക്കുന്ന ഈ കുക്കീസ് എന്ന പാർട്ടികളുണ്ട്, അവരുണ്ടാക്കുന്ന മെയിൻ പണി ഡ്രഗ്സ് ആണ്. അവർക്ക് ജോലിയൊന്നുമില്ല അവിടെ. ഡ്രഗ് അത് അടിച്ചു പൊളിക്കാൻ നോക്കിയപ്പോഴാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ നേരെ ഇവരൊക്കെ തിരിഞ്ഞത്. അതാണ് വേറെ കഥ. അപ്പൊ ഈ ഒരു പ്രോജക്ട് മെയിൻലി സ്മഗ്ലിംഗ്, ഒന്ന് ഡ്രഗ് സ്മഗ്ലിംഗ്, പിന്നെ ഒന്ന് ആംസ് സ്മഗ്ലിംഗ്. അതാണ് അതിനെക്കാട്ടും വലിയ പ്രോബ്ലം വരുന്നത്. അപ്പൊ ഈ നമ്മൾ കണ്ടു, നമ്മുടെ ഈ ഹൂത്തികള് കുറെ ഷിപ്പിനെ അറ്റാക്ക് ചെയ്തപ്പോഴൊക്കെ നമ്മുടെ നേവി അവിടെ ഉണ്ടായിരുന്നു. അതേമാതിരി സൊമാലിയൻ പൈറേറ്റ്സ് അറ്റാക്ക് ചെയ്തപ്പോൾ നമ്മുടെ നേവി ആയിരുന്നു. കുറച്ച് ധനുഷിന്റെ ഈ ഹൂത്തികളുടെ ഒന്ന് കേൾക്കാല്ലേ അല്ല, ഹൂതികളെയൊക്കെ അമേരിക്ക അടക്കം അടിച്ചൊതുക്കുന്നു എന്നുള്ള വാർത്തകൾ ഞാൻ ഈ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോ ഇസ്രായേൽ ലെബനോണിൽ അറ്റാക്ക് ചെയ്തപ്പോ താഴെ പടക്കപ്പലുമായിട്ട് വന്ന അമേരിക്ക യമനിലെ ഹൂതികൾക്കൊക്കെ നേരെ വലിയ മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഞാൻ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അതെ, അപ്പൊ അമേരിക്ക പറഞ്ഞു ഞങ്ങൾ ഹൂത്തികളെ നോക്കിക്കോളാം, ഇന്ത്യൻ നേവിയുടെ അടുത്ത് കമേഴ്ഷ്യൽ ഷിപ്സിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു, പ്രൊട്ടക്ഷൻ കൊടുക്കും. അങ്ങനെ ഇന്ത്യയുടെ 3-4 വാർഷിപ്സ് ആ ഏരിയയിൽ പെട്രോൾ ചെയ്യുന്നുണ്ട്. INS ചെന്നൈ ഉണ്ടായിരുന്നു, വേറെ 2-3-4 കപ്പലുകൾ ആ ഏരിയയിൽ പെട്രോൾ ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ മാൾഡീവ്സിന്റെ അങ്ങോട്ടും ആ പ്രൊട്ടക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ് ഭാരതദേശം. ബിക്കോസ് ഈ ഒന്ന് ഗൺ റണ്ണേഴ്സ് എന്നാൽ ഈ ആംസ് സ്മഗ്ലിംഗ് നടത്തുന്ന ആൾക്കാരെ, പണ്ട് ശ്രീലങ്കയിൽ ടെററിസ്റ്റ് ഈ വെള്ളപ്പള്ളി പ്രഭാകരൻ LTT ഉള്ള സമയത്ത് കുറെ ആയുധങ്ങൾ അങ്ങോട്ട് പോയിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി തുടങ്ങി, റൂട്ട് മാറി വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പൊ ആ ആംസ് സ്മഗ്ലിംഗ് നിർത്താൻ, ഡ്രഗ് സ്മഗ്ലിംഗ് നിർത്താൻ ഈ ഇന്ത്യൻ നേവിയുടെ ഹെൽപ്പ് വേണമെന്നിട്ട് മാൾഡീവ്സ് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ കാണുന്ന ഒരു മാറ്റം. നമുക്കറിയാലോ ഈ ഇതില്ലാണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കണ്ട മാതിരി ശ്രീലങ്ക മാതിരി മാൾഡീവ്സും ഇസ് ഫേസിങ് എ ഹ്യൂജ് ഫൈനാൻഷ്യൽ ക്രൈസിസ്. ഞാൻ ധനുഷിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പൊ തന്നെ അത് കാശ് വേണമെങ്കിൽ ചൈനയുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. ചൈന ചോദിക്കും ഞങ്ങൾക്ക് 2 ഐലൻഡ് വേണം, അങ്ങനെയാണ് കാശ് തരാം. നമ്മളത് ചോദിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ ചോദിക്കും, നമ്മൾ ചെയ്യൂല. നമുക്ക് അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഇല്ല. നമുക്ക് ഓൾറെഡി ലക്ഷദ്വീപ് ഒരു സൈഡിലുണ്ട്, മറ്റേ സൈഡിൽ നമുക്ക് അപ്പൊ നമുക്ക് അതൊക്കെ നമ്മൾ അവിടെ കമാൻഡ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ട്രൈക്ക സർവീസസ് കമാൻഡ് ഓൾറെഡി ഉണ്ട്. ഒരു പുതിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് വരാൻ പോകുന്നുണ്ട്. നമ്മുടെ വിഴിഞ്ഞം മാതിരി അവിടെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് വരാൻ പോകുന്നുണ്ട്. നിക്കോബാറിന്റെ ബോട്ടം മോസ്റ്റ് പാർട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോഴാണ് മൊയ്സുന് മനസ്സിലായത് ഇനി ഇന്ത്യ ആയിട്ട് കളിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഇന്ത്യയിൽ സഹകരിച്ച് പോയി കഴിഞ്ഞാൽ നടത്താം. പക്ഷെ ഒരു ഡൊമസ്റ്റിക് കൺസംഷന് വേണ്ടി ആൾ അപ്പൊ പറയും, ഈ പാകിസ്ഥാനിലെ ജനറൽസ് ഒക്കെ ഉണ്ട് അതുമാതിരി നമ്മളിതാ നാളൊക്കെ ഈ ഭാരതത്തിന് അടിക്കാൻ പോകണമെന്നൊക്കെ പറയും. അത് അവരുടെ ലോക്കൽ കൺസംഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ പറഞ്ഞ ഗെറ്റ് ഔട്ട് ഇന്ത്യ എന്ന അവർ ഇന്ത്യയെ പുറത്താക്കാനുള്ള ഒരു ക്യാമ്പയിനിലാണ് ഈ മ്യൂസു എലക്ഷൻ ജയിച്ചു വന്നത്. പക്ഷെ ഇപ്പൊ ആള് അത് കുറച്ച് ഡൗൺ ആക്കി, അധികം മിണ്ടില്ല. ബിക്കോസ് അവിടുത്തെ അവർക്ക് ഹോസ്പിറ്റലുകളില്ല. മെഡിക്കൽ എമർജൻസി വന്ന ഒരു ഇന്ത്യൻ ഡോർണിയർ ഇത് എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നു, അതാണ് അവിടെ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇയാളെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി കുറെ പബ്ലിസിറ്റി ഒക്കെ നടത്തി. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ ജയിച്ചു വന്നപ്പോഴാണ്, ആ കസേരവ കയറി ഇരുന്നപ്പോഴാണ് മനസ്സിലായത് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. അവരുടെ പ്രോബ്ലംസിന് ഫൈനാൻഷ്യൽ ആയാലും സെക്യൂരിറ്റി ആയാലും ഹെൽത്ത് കെയർ ആയാലും. അതാണ് മെയിൻ ആയിട്ട് ധനുഷ്.
എന്തായാലും മാൽദീവ്സിന് ഇപ്പൊ ഇന്ത്യയെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നു. അത് പക്ഷേ ഇന്ത്യ അത് കൊടുക്കുകയും ചെയ്യും. കാരണം ഇന്ത്യക്കും വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ് മാൽദീവ്സ് എന്ന് നമുക്കറിയാം. പക്ഷേ സാർ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യ കൊടുത്തു കഴിഞ്ഞ് ജയശങ്കർ വണ്ടി കയറിയപ്പോൾ മാൽദീവ്സിന്റെ സ്വഭാവം മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് സ്വാഭാവികമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ മൊയ്സുവിന്റെ സർക്കാർ അവിടെ ഉള്ളിടത്തോളം കാലം, മൊയ്സു എന്ന് പറയുന്ന ഒരാൾ അവിടെ വന്നു ഇന്ത്യ വിരുദ്ധനാണ് എന്നിരുന്നിട്ട് പോലും ഇന്ത്യയുടെ അടുത്ത് അവർ സഹായം അഭ്യർത്ഥിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിരിക്കുന്നു. കാരണം മാൽദീവ്സിനെയും ബംഗ്ലാദേശിനെയും ഒന്നും ബാങ്ക്രപ്റ്റ് ആക്കാൻ ഇന്ത്യക്ക് ഒരു നിമിഷം പോലും വേണ്ട എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷെ ഇന്ത്യ അങ്ങനെ ചെയ്യില്ല. കാരണം ഇന്ത്യക്ക് സൗഹൃദം വലുതാണ്, ഇന്ത്യ ആ രാജ്യങ്ങളുടെ നിലനിൽപ്പ് കൂടെ വലുതാണ്, ഇന്ത്യക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ വലുതാണ്. ഇന്ത്യ അത്തരത്തിൽ ചെയ്യുന്ന ചൈനയെ പോലെ ചതിക്കുന്ന ഒരു രാജ്യമല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. മാൽദീവ്സിന് ഇപ്പോൾ 110 ദശലക്ഷം ഡോളറാണ് ഈ ജല ശുദ്ധീകരണ പദ്ധതിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. മാൽദീവ്സിൽ അവര് തന്നെ പറയുന്നത് ഈ പദ്ധതി പ്രകാരം 32 ദ്വീപുകളിലേക്കാണ് കുടിവെള്ളം എത്താനായിട്ട് പോകുന്നത്. പോരാത്തതിന് 17 ദ്വീപുകളിൽ മലിനജല സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഹർ ഘർ ജൽ, സ്വച്ഛ് ഭാരത് എന്നിവയുമായി സംയോജിപ്പിക്കുന്നതാണ് ഈ പദ്ധതി എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സർ.